ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ആർക്കാനിക്സ്. മക്കളെ 10ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ തുടങ്ങുകയാണ്. നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ആൻഡ് ഐസോമെറിസം. ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമെറിസവും എന്നുള്ള ചാപ്റ്റർ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടാണ്, SCERT ടെക്സ്റ്റ് ബുക്ക് വെച്ച് ലൈൻ ബൈ ലൈൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 7, 8, 9, 10 പേജിലെ ഓർഗാനിക് ഈ ചാപ്റ്ററിലെ 7, 8, 9, 10 പേജിലെ എല്ലാ വർക്കുകളും മുഴുവൻ ക്ലിയർ ചെയ്ത് സെറ്റായിട്ട് ഇവിടെ തുടങ്ങുള്ളൂ. ഒരു അരമണിക്കൂർ ഇരുന്നാൽ മതി. മക്കൾ മനസ്സിലാക്കുക, PYQ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് വെച്ച് പഠിക്കാൻ പറ്റൂലേ. കാരണം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ പുതിയ ബുക്കാടാ. പുതിയ ബുക്കിൽ എവിടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ? അപ്പൊ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് പഠനമൊന്നും നടക്കൂല, ഉഡായിപ്പ് പരിപാടി ഒന്നും നടക്കൂല. ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്തേ പറ്റൂ. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ തന്നെയാണ് എക്സാമിന് ഉണ്ടാവുക. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് പഠിക്കണ്ടേ? അപ്പൊ ടെക്സ്റ്റ് ബുക്ക് ലൈൻ ബൈ ലൈൻ നമ്മൾ പഠിക്കാൻ പോവാണ്. നോമൻക്ലേച്ചർ, നെയിമിംഗ് ആണ്. കോടിക്കണക്കിന് ഓർഗാനിക് കോമ്പൗണ്ടുകൾ ഉണ്ട്. അവരെ നെയിം ചെയ്യാൻ വേണ്ടി IUPAC ഇന്റർനാഷണൽ യൂണിയൻ ഫോർ പ്യൂർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി ഒരു നെയിമിംഗ് സിസ്റ്റം കൊണ്ടുവന്നിട്ട് ആ സിസ്റ്റം ഉപയോഗിച്ച് നമ്മൾ ഈ ചാപ്റ്ററിലെ എല്ലാ പേജുകളും പടപടാന്ന് ചെയ്യും. എല്ലാ പേജിലെ ക്വസ്റ്റ്യനും, പേജുകളല്ല ചെയ്യുക, പേജിലെ ക്വസ്റ്റ്യനും പടപടാന്ന് ചെയ്യാൻ പോവുകയാണ്. ക്ലിയർ ആണ്? അപ്പൊ നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ടിനെ നെയിം ചെയ്യുന്ന സമയത്ത് ബേസിക് ആയിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കുഞ്ഞുമക്കളെ. ഒരു ഓർഗാനിക് കോമ്പൗണ്ട് കിട്ടിയാൽ അതിൽ കാർബൺ ഉണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം. കാർബൺ ഉണ്ടാവുമല്ലോ, കാർബൺ ഇല്ലാതെ ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ടാവില്ലല്ലോ. കാർബണുകളുടെ എണ്ണം അറിയണം. ഓർഗാനിക് കോമ്പൗണ്ടിൽ ആദ്യം നോക്കേണ്ടത് കാർബണുകളുടെ എണ്ണമാണ്. ഒരു കാർബണേ ഉള്ളൂ എങ്കിൽ മെത്താണ്, 2 ആണെങ്കിൽ എത്താണ്, 3 ആണെങ്കിൽ പ്രൊപ്പാണ്, 4 ആണെങ്കിൽ ബ്യൂട്ടാണ്, 5 ആണെങ്കിൽ പെന്റാണ്, 6 ആണെങ്കിൽ ഹെക്സാണ്, 7 ആണെങ്കിൽ ഹെപ്റ്റാണ്, 8 ആണെങ്കിൽ ഒക്ടാണ്, ഒക്ട് അല്ലെ, 9 ആണെങ്കിൽ നണ്ണാണ്, 10 ആണെങ്കിൽ ഡെക്കാണ്. മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്ട്, നണ്ണ്, ടെക്. 10 കാർബൺ. ക്ലിയർ അല്ലേ? അപ്പൊ ഒരു കാർബൺ ഉണ്ടെങ്കിൽ മെത്താണ്, 2 ആണെങ്കിൽ എത്താണ്, 3 ആണെങ്കിൽ പ്രൊപ്പാണ്, 4 ആണെങ്കിൽ ബ്യൂട്ടാണ്, 5 ആണെങ്കിൽ പെന്റാണ്, 6 ആണെങ്കിൽ ഹെക്സ് ആണ്, 7 ആണെങ്കിൽ ഹെപ്റ്റാണ്, 8 ആണെങ്കിൽ ഒക്ടാണ്, 9 ആണെങ്കിൽ നണ്ണാണ്, 10 ആണെങ്കിൽ ഡെക്കാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത് അറിയേണ്ടത് കാർബണും കാർബണും തമ്മിൽ സിംഗിൾ ബോണ്ട് ആണോ, കാർബണും കാർബണും തമ്മിൽ ഡബിൾ ബോണ്ട് ആണോ, കാർബണും കാർബണും തമ്മിൽ ട്രിപ്പിൾ ബോണ്ട് ആണോ എന്നറിയണം. ക്ലിയർ അല്ലേ? പദമൂലം അതാ വേർഡ് റൂട്ട് കിട്ടി, മെത്ത എത്തൊക്കെ കിട്ടി. ഇനി സിംഗിൾ ബോണ്ട് ആണോ, ഡബിൾ ബോണ്ട് ആണോ, ട്രിപ്പിൾ ബോണ്ട് ആണോ എന്ന് അറിയണം. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ എയിൻ, ഡബിൾ ബോണ്ട് ആണെങ്കിൽ ഈൻ, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ഐൻ. മക്കളെ, കാർബണും ആ ഓർഗാനിക് കോമ്പൗണ്ടിൽ കാർബണും തമ്മിലുള്ള ബോണ്ടുകൾ സിംഗിൾ ആണെങ്കിൽ എയിൻ, മീഥൈൻ, ഈഥൈൻ, പ്രൊപ്പെയിൻ, ബ്യൂട്ടൈൻ, പെന്റൈൻ, ഹെക്സൈൻ, ഹെപ്റ്റൈൻ, ഒക്ടൈൻ, നൊണൈൻ, ഡെക്കൈൻസ്. കാർബണും തമ്മിൽ ഡബിൾ ബോണ്ട് ആണെങ്കിൽ എത്തീൻ, പ്രൊപ്പീൻ, ബ്യൂട്ടീൻ, പെന്റീൻ, അല്ലെ, ഹെക്സീൻ, ഹെപ്റ്റീൻ, ഒക്ടീൻ, നൊണൈൻ, ഡെക്കീൻസ്. ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിലോ ഐൻ, ഈത്തൈൻ, പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ, പെന്റൈൻ, ഹെക്സൈൻ, അങ്ങനെ ഐൻ ചേർക്കും. അതായത് മക്കളെ നോക്കിക്കോ, സിംഗിൾ ബോണ്ട് ആണെങ്കിൽ എയിൻ, ഡബിൾ ബോണ്ട് ആണെങ്കിൽ ഈൻ, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിലോ ഐൻ, ഐൻ. കിട്ടിയ ഫസ്റ്റ് പോയിന്റ് കിട്ടിയ. വേറെ നോക്കണ്ട, കാർബൺ എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കുക. ഒരു കാർബൺ ആണെങ്കിൽ മെത്ത്, 2 എത്ത് പറഞ്ഞല്ലോ. ഇനി സിംഗിൾ ആണോ ഡബിൾ ആണോ നോക്കുക. സിംഗിൾ ആണെങ്കിൽ എയിൻ ആണ്, ഡബിൾ ആണെങ്കിൽ ഈൻ ആണ്, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ഐൻ ആണെന്ന് മനസ്സിലാക്കുക. ക്ലിയർ? ആദ്യത്തെ പോയിന്റ് മനസ്സിലായല്ലോ. ഇത്രയേ ഉള്ളൂ. ഇത് നോക്കിക്കോ മക്കൾ, നോക്കുക. ഇതൊരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. യെസ്. എത്ര കാർബൺ ആണ് ഇത് നോക്കിയേ? എത്ര കാർബണാ? 2 കാർബൺ. മക്കൾ നോക്കിയേ, 2 കാർബൺ അല്ലേ? 2 കാർബൺ ആണെങ്കിൽ ഏതാ വേർഡ് റൂട്ട് അഥവാ എത്ത്, പദമൂലം എത്താണ്. കാർബണും തമ്മിൽ സിംഗിൾ ബോണ്ട്, കാർബണും തമ്മിൽ സിംഗിൾ ബോണ്ട് അല്ലേ? സോ ഇറ്റ് ഈസ് എയിൻ, എയിൻ ചേർക്കും. ഇനി കാർബണും തമ്മിൽ ഡബിൾ ബോണ്ട്. ഇത് എത്ര കാർബണാ? 2 കാർബൺ ആണ്. അപ്പൊ പദമൂലം അഥവാ വേർഡ് റൂട്ട് എന്താ? എത്താണ്. കാർബണും തമ്മിൽ ഡബിൾ ബോണ്ട് കാണുന്നുണ്ടോ? 2 ബോണ്ട് കാണുന്നുണ്ടോ? സോ ഇറ്റ് ഈസ് എത്തീൻ, ഈൻ ചേർക്കും. ഈൻ, എത്തീൻ. റെഡിയല്ലേ? ഓക്കെ അല്ലേ മക്കൾ? ഓക്കെ അല്ലേ? എന്ന് നോക്കിക്കോ, ഇവിടെ നോക്കുക. നോക്കിയേ, CH ട്രിപ്പിൾ ബോണ്ട്, CH. എന്താ ഇവിടെ എത്ര കാർബണാ? 2 കാർബൺ എത്താണ്. എത്ത്. കാർബണും തമ്മിൽ ട്രിപ്പിൾ ബോണ്ട് ആണ്. ഐൻ,
എത്തൈൻ. അപ്പൊ കാർബൺ ആദ്യം നോക്കേണ്ടത് എന്താ? കാർബണിന്റെ എണ്ണം നോക്കുക. രണ്ടാമത് നോക്കേണ്ടത് സിംഗിൾ ആണോ ഡബിൾ ആണോ ട്രിപ്പിൾ ആണോ നോക്കുക. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ എയിൻ ആണ്, ഡബിൾ ബോണ്ട് ആണെങ്കിൽ ഈൻ ആണ്, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ഐൻ ആണെന്ന് മനസ്സിലായല്ലോ. ഈഥെയ്ൻ, എത്തീൻ, ഈത്തൈൻ, പ്രൊപ്പെയിൻ, പ്രൊപ്പീൻ, പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ, ബ്യൂട്ടീൻ, ബ്യൂട്ടൈൻ, പെൻറ്റൈൻ, പെൻറ്റീൻ, പെൻറ്റൈൻ, അങ്ങനെ പോകാം. ഓക്കെ, ക്ലിയർ ആണ്? യെസ്. മക്കൾ അടുത്തൊരു എക്സാമ്പിൾ നോക്കിക്കോ. ക്ലിയർ ആണ്? ഹൈഡ്രജനെ ഫില്ല് ചെയ്യാൻ എങ്ങനെയാണ് അറിയണ്ടേ? നോക്കിക്കോ. ഒരു ഓർഗാനിക് കോമ്പൗണ്ട് തരാം, സി ഡബിൾ ബോണ്ട് സി. ഞാൻ ഹൈഡ്രജൻ എഴുതുന്നുണ്ട്. എങ്ങനെയാ നോക്കുക? ഒരു കാർബൺ ചുറ്റും എപ്പോഴും 4 ബോണ്ട് വേണം. മക്കൾ ഇതിൽ ഹൈഡ്രജനെ ഫില്ല് ചെയ്യാൻ പോവാണേ. ഈ കാർബൺ ചുറ്റും എത്ര ബോണ്ടാ? ഒരു ബോണ്ട്. ഈ കാർബൺ ചുറ്റും ഒരു ബോണ്ടേ ഉള്ളൂ. ഒരു ബോണ്ട് തന്നെ എത്ര ഹൈഡ്രജൻ വേണം? 3 ഹൈഡ്രജൻ വേണം. മൊത്തം 4 എണ്ണ വേണ്ടത്. മക്കൾ നോക്കി, ഇപ്പൊ എത്രയായി? 1 2 3 4. റെഡി അല്ലേ? ഇവിടെ എത്ര ബോണ്ടാണുള്ളത്? 2 ബോണ്ടാണുള്ളത്. എത്ര ഹൈഡ്രജൻ വേണം? 2 ഹൈഡ്രജൻ വേണം. സോ ഇവിടെ 2 ഹൈഡ്രജൻ ഇട്ടു. ഹൈ. ക്ലിയർ അല്ലേ? ഇവിടെ എത്ര ബോണ്ടാണ് നോക്ക്. 2 1 3. ഒരു ഹൈഡ്രജൻ ഇട്ട് കൊടുത്തു. ഹൈഡ്രജൻ ഇട്ടു. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ എത്ര ബോണ്ടാണുള്ളത്? 2 ബോണ്ട്. സോ 2 ഹൈഡ്രജൻ ഇട്ടു. ഹൈ കിട്ടും. അപ്പൊ ഹൈഡ്രജൻ ഫില്ല് ചെയ്യുന്ന പഠിച്ചു. ഏതൊരു കാർബൺ ചുറ്റും 4 ബോണ്ടുകൾ വേണം. സോ ബോണ്ട് 2 ഒന്നേ ഉള്ളൂവെങ്കിൽ 3 ഹൈഡ്രജൻ ഇടുക. ബോണ്ട് 2 ആണെങ്കിൽ ബാക്കിയുള്ള ഹൈഡ്രജൻ ഫില്ല് ചെയ്ത് കൊടുക്കുക. 4 എണ്ണാക്കാൻ വേണ്ടി ഹൈഡ്രജൻ ഫില്ല് ചെയ്യുക. ഇവിടെ റെഡി അല്ലേ? ഇപ്പൊ നെയിം ചെയ്യാൻ അറിയാലോ. ഇവിടെ എത്ര കാർബൺ? 1 2 3 4. 4 കാർബൺ. 4 കാർബൺ ആണെങ്കിൽ ബ്യൂട്ടാണ്. ബ്യൂട്ട് ബട്ടൺ എഴുതും, ബ്യൂട്ടെന്ന് വായിക്കും. ബട്ടൺ എഴുതാ, ബ്യൂട്ടെന്ന് വായിക്കുക. കാർബണും കാർബണും തമ്മിൽ ഡബിൾ ബോണ്ട് ആണോ സിംഗിൾ ബോണ്ട് ആണോ? ഡബിൾ ബോണ്ട് ഉണ്ട്. ഒരു ഡബിൾ ബോണ്ടെങ്കിലും ഉണ്ടെങ്കിൽ ഈൻ എന്ന് എഴുതണം. ഈൻ. അപ്പൊ ബ്യൂട്ടീൻ എഴുതിയില്ലേ? യെസ്. അപ്പൊ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. ആദ്യത്തെ പേജിൽ തന്നെ 2 ഹൈഡ്രോ കാർബൺ തന്നിട്ടുണ്ട്. ഹൈഡ്രോ കാർബൺ 1ഉം ഹൈഡ്രോ കാർബൺ 2ഉം തന്നിട്ട്. ഇതാ ഹൈഡ്രോ കാർബൺ 1ഉം ഹൈഡ്രോ കാർബൺ 2. ഈ 2 ഹൈഡ്രോ കാർബണുകൾ തന്നിട്ട് ഇതിനെ പറ്റിയാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. പേജ് 1 തന്നെ ഹൈഡ്രോ കാർബൺ 1ഉം ഹൈഡ്രോ കാർബൺ 2ഉം കൊടുത്ത് ഇതിനെ പറ്റി കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? അത് നമ്മൾ ഇവിടെ എഴുതാം. ആ ഹൈഡ്രോ കാർബൺ ഇവിടെ എഴുതാം. ഓക്കെ, ഇവിടെ 2 ഹൈഡ്രോ കാർബൺ അതിനെ പറ്റി ഇവിടെ എഴുതാൻ പോവാണ്. ആ ഹൈഡ്രോ കാർബൺ ഞാൻ ഇവിടെ എഴുതാൻ പോവാണ്. CH3 CH2 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 CH3. 5 കാർബണുള്ള ഹൈഡ്രോ കാർബൺ. ഹൈഡ്രോ കാർബൺ 1 ഇതാണ് അവർ തന്നിട്ടുണ്ട്. അവരടുത്ത പേജ് അല്ല, ഫസ്റ്റ് പേജ് തന്നെ കൊടുത്തിരിക്കുന്ന ഹൈഡ്രോ കാർബൺ 2 എണ്ണാണ്. CH3 CH3. മക്കൾ നോക്കിയേ, CH2 CH3. 2 ഹൈഡ്രോ കാർബൺ അവർ തന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹൗ മെനി കാർബൺ ആറ്റം ആർ ദർ ഇൻ ദിസ് ചെയിൻ? ഈ ചെയിനിൽ എത്ര കാർബൺ ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ വായിച്ചു നോക്കതാ. ഇതാണ് ചെയിൻ. എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 5 കാർബൺ. ഈ ചെയിനിൽ എത്ര കാർബൺ ഉണ്ട് എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ എങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്താൻ പോവാണ്. ഈ ചെയിനിൽ എത്ര കാർബൺ ഉണ്ട് എന്നുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്താൻ പോവാണ്. ഈ ചെയിനിൽ 5 കാർബൺ ഉണ്ട്. 5 കാർബൺ. ക്ലിയർ അല്ലേ? ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ ദർ ഇൻ ദിസ് ചെയിൻ? ഈ ചെയിനിൽ എത്ര കാർബൺ ഉണ്ട്? 5 കാർബൺ ഉണ്ട്. പൊന്നുമക്കളെ റെഡിയാണ്? എന്താണ് വേർഡ് റൂട്ട് അഥവാ പദമൂലം? 5 കാർബണുള്ള ചെയിനിന്റെ വേർഡ് റൂട്ട് എന്താ? മെത്ത്, രത്ത്, ചെരത്തല്ല, മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റഡ. 5 കാർബണുള്ള ചെയിന്റെ വേർഡ് റൂട്ട് പെന്റാടാ. പെന്റ് കിട്ടിയാ? അപ്പൊ വേർഡ് റൂട്ട് എന്ന് പറഞ്ഞാൽ കാർബണിന്റെ എണ്ണത്തിന് നോട്ട് ചെയ്യുന്ന പെന്റ്. റൈറ്റ് ദി IUPAC നെയിം ഓഫ് ദി കോമ്പൗണ്ട്. മക്കൾ നോക്കിയേ, 5 കാർബണുള്ള കോമ്പൗണ്ടാ. 5 കാർബണുള്ള കോമ്പൗണ്ടാ. 5 കാർബണും കാർബണും തമ്മിൽ സിംഗിൾ ബോണ്ടാ. അപ്പൊ പെന്റാണ്. 5 കാർബൺ ഉണ്ടെങ്കിൽ പെന്റാണ്. കാർബണും കാർബണും തമ്മിൽ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ എയിൻ, പെന്റെയിൻ അല്ലെ? കാർബണും കാർബണും തമ്മിൽ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ എയിൻ എന്നാ പഠിപ്പിച്ചത്. കാർബണും കാർബണും തമ്മിൽ ഡബിൾ ബോണ്ട് ആണെങ്കിൽ ഈനാണ്. കാർബണും കാർബണും തമ്മിൽ ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ഐൻ. എയിൻ, ഈൻ, ഐൻ. ക്ലിയർ അല്ലേ? എയിൻ, ഈൻ, ഐൻ. ക്ലിയർ ആണ്? യെസ്. അപ്പോ റൈറ്റ് ദി IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട് എന്നാണ്. ഇറ്റ് ഈസ് പെന്റെയിൻ. എന്താ പറ? പെന്റെയിൻ, 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 എയിൻ, പെന്റെയിൻ. ക്ലിയർ അല്ലേ? യെസ്. 5 കാർബൺ പെന്റെയിൻ. അപ്പൊ എത്ര കാർബൺ? 5 കാർബൺ ആണ്. വേർഡ് റൂട്ട് പെന്റാണ്. ഇറ്റ്സ് കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ എയിൻ, പെന്റെയിൻ. ക്ലിയർ ആണ്? യെസ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ,
ഹൈഡ്രോ കാർബൺ 1ഉം ഹൈഡ്രോ കാർബൺ 2ഉം അനലൈസ് ചെയ്യാം. അനലൈസ് ചെയ്തോ, നമ്മൾ അനലൈസ് ചെയ്യും. ഹൈഡ്രോ കാർബൺ 1ഉം ഹൈഡ്രോ കാർബൺ 2ഉം നിങ്ങൾ അനലൈസ് ചെയ്തോ. രണ്ടിലും എത്ര കാർബൺ നോക്കുക. 1, 2, 3, 4, 5 കാർബൺ. എത്ര ഹൈഡ്രജനാ? 3 + 2 7 + 2 9 + 2 11 3 14. ശരിയല്ലേ? 5 കാർബൺ നോക്ക്. 3 + 2 5 + 2 7 + 2 9 3 12 14 12 തെറ്റിപ്പോയതിനോട്. ഹൈഡ്രജൻ എണ്ണം 14 സോറി, ഹൈഡ്രജൻ എണ്ണം 12 ആണ്. 5 കാർബൺ. ഇതിൽ എത്രയാണുള്ളത്? ഇതിൽ 5 കാർബൺ ഉണ്ട്. മക്കൾ മനസ്സിലാക്കുക, ഇതിൽ 5 കാർബൺ ഉണ്ട്, 12 ഹൈഡ്രജൻ ഉണ്ട്. അടുത്ത നോക്കുക 1 2 3 4 5 again 5 കാർബൺ. 3 + 3 6 6 + 1 7 7 + 2 9 9 + 3 12. ഞാൻ എണ്ണാൻ കുറച്ച് മോശമാണ്, പക്ഷേ പെണ്ണി കറക്റ്റ് അല്ലേ? 5 12. രണ്ടിലെയും കാർബണിന്റെയും ഹൈഡ്രജന്റെ എണ്ണം സെയിം അല്ലടാ. ഹൈഡ്രോ കാർബൺ 1ഉം ഹൈഡ്രോ കാർബൺ 2ഉം ഞാൻ അനലൈസ് ചെയ്തപ്പം രണ്ടിലും കാർബൺ എണ്ണവും സെയിം ആണ്, ഹൈഡ്രജൻ എണ്ണവും സെയിം ആണ്. രണ്ടുപേരുടെയും മോളിക്കുലാർ ഫോർമുല സെയിം ആണ് അല്ലെ? ഫോർമുല 2 സെയിം ആണ്. പക്ഷേ ഒന്ന് ലോങ് ചെയിൻ ഹൈഡ്രോ കാർബൺ എന്നാ വിളിക്കുക, ലോങ് ചെയിൻ. മറ്റേത് ബ്രാഞ്ചിഡ് ചെയിൻ, ബ്രാഞ്ചുള്ള ഹൈഡ്രോ കാർബൺ ആണ്. ബ്രാഞ്ചുള്ള ഹൈഡ്രോ കാർബൺ ആണ് അല്ലെ? ബ്രാഞ്ചുള്ള ഹൈഡ്രോ കാർബൺ ആണ്. ഇത് ലോങ് ചെയിൻ ഹൈഡ്രോ കാർബൺ ആണ്. ഇവരെ രണ്ടുപേരുടെയും മോളിക്കുലർ ഫോർമുല സെയിം ആണ്. അപ്പൊ നിങ്ങളോട് പറഞ്ഞെന്താ? ഹൈഡ്രോ കാർബൺ 1ഉം ഹൈഡ്രോ കാർബൺ 2ഉം അനലൈസ് ചെയ്തിട്ട് എന്താണ് അവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് അനലൈസ് ചെയ്യാനാ പറഞ്ഞത്. യെസ്. അപ്പൊ നോക്കിക്കോ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കോ. ഓക്കെ, വാട്ട് ഈസ് ദ മോളിക്കുലർ ഫോർമുല ഓഫ് ദിസ് ഹൈഡ്രോ കാർബൺ? ഇവരുടെ മോളിക്കുലർ ഫോർമുല എന്താ? വാട്ട് ഈസ് ദ നോക്കിക്കോ, വാട്ട് ഈസ് ദ മോളിക്കുലർ ഫോർമുല ഓഫ് ദിസ് ഹൈഡ്രോ കാർബൺ? എന്താ മോളിക്കുലർ ഫോർമുല പറഞ്ഞോ? മോളിക്കുലർ ഫോർമുല എന്താ പറഞ്ഞോ? C5. മക്കൾ പറ, C5H12 ആണ് മോളിക്കുലർ ഫോർമുല. ഇവര് തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കോ. ഹൗ ഡു ദേ ഡിഫർ ഇൻ ദ സ്ട്രക്ചർ ഓഫ് ഹൈഡ്രോ കാർബൺ? എന്ത് ഞാനിവിടെ എഴുതേണ്ട ആവശ്യമുണ്ടോ? ഒന്ന് ലോങ് ചെയിൻ ഹൈഡ്രോ കാർബൺ ആണ്, മറ്റേത് ബ്രാഞ്ചഡ് ചെയിൻ ഹൈഡ്രോ കാർബൺ ആണ്. ക്ലിയർ അല്ലേ? ഒന്ന് ലോങ് ചെയിൻ ആണെങ്കിൽ മറ്റെന്താ ബ്രാഞ്ചഡ് ചെയിൻ ഹൈഡ്രോ കാർബൺ. ക്ലിയർ ആണ് മക്കളൊക്കെയാണ്? അപ്പൊ എഴുതാൻ പറ്റുമല്ലോ. 1 ഈസ് ലോങ് ചെയിൻ ഹൈഡ്രോ കാർബൺ ആൻഡ് അതർ ഈസ് ബ്രാഞ്ചഡ് ചെയിൻ ഹൈഡ്രോ കാർബൺ. ക്ലിയർ. അടുത്ത മലയാളത്തിലേക്ക് നോക്കാം. നമ്മൾ മലയാളത്തിലേക്ക് പോകുന്നത് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇതിൽ എത്ര മക്കൾ നോക്കിയേ, എത്ര കാർബൺ ആണ്? 5 കാർബൺ. ഓക്കെ, ഇതിന്റെ പദമൂലം പെന്റ് ആണ്. എന്താ പറ? പെന്റ്. സംയുക്തത്തിന് IUPAC നെയിം പെന്റെയിൻ. ക്ലിയർ അല്ലേ? ഈ 2 ഹൈഡ്രോ കാർബൺ തന്മാത്രാ സൂത്രവാക്യം എന്താ? C5H12. ക്ലിയർ. ഒന്ന് നീളമുള്ള ശൃംഖല ഹൈഡ്രോ കാർബൺ ആണെങ്കിൽ മറ്റേത് എന്ത് ചെയ്യുക? ശാഖകളോട് കൂടിയ ഹൈഡ്രോ കാർബൺ ആണ്. ഒന്ന് ലോങ് ചെയിൻ ഹൈഡ്രോ കാർബൺ ആണെങ്കിൽ മറ്റേത് ശാഖകളോട് കൂടിയ ഹൈഡ്രോ കാർബൺ ആണ്. ക്ലിയർ അല്ലേ മക്കള്? ക്ലിയർ അല്ലേ? അപ്പൊ ആ പേജ് ക്ലിയർ ആണല്ലോ. ആ 2 പേജിലെയും എല്ലാ ക്വസ്റ്റ്യൻ നമ്മൾ ക്ലിയർ അല്ലേ? 5 കാർബൺ, ടോട്ടലി 5 കാർബൺ ആണ്. വേർഡ് റൂട്ട് അഥവാ പദമൂലം പെന്റ് ആണ്. എന്താ പറ? പെന്റ്. അവരുടെ പേര് പെന്റെയിൻ ആണ്. എന്താ പറ? പെന്റെയിൻ. 2 ഹൈഡ്രോ കാർബൺ 1ഉം ഹൈഡ്രോ കാർബൺ 2ഉം അനലൈസ് ചെയ്യാൻ പറഞ്ഞു. ഹൈഡ്രോ കാർബൺ 1ഉം ഹൈഡ്രോ കാർബൺ 2ഉം അനലൈസ് ചെയ്യാൻ പറഞ്ഞു. ഹൈഡ്രോ കാർബൺ 1ഉം ഹൈഡ്രോ കാർബൺ 2ഉം അനലൈസ് ചെയ്യാൻ പറഞ്ഞു. ഇവരെ 2 പേരെ അനലൈസ് ചെയ്യാൻ പറഞ്ഞു. ഇവരുടെ 2 പേരുടെയും മോളിക്കുലർ ഫോർമുല സെയിം ആണ്, C5H12 ആണ്. പക്ഷെ ഒന്ന് ലോങ് ചെയിൻ ഹൈഡ്രോ കാർബൺ ആണെങ്കിൽ മറ്റേത് ബ്രാഞ്ചഡ് ചെയിൻ ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ അത് ക്ലിയർ ആയേ. ഓക്കെ, അടുത്ത പേജിലേക്ക് നമ്മൾ പോവാണ്. നോമൻക്ലേച്ചർ ഓഫ് ബ്രാഞ്ചഡ് ചെയിൻ ഹൈഡ്രോ കാർബൺ. ഓക്കെ, ശാഖകളുള്ള ആൽക്കേനുകളുടെ നാമകരണത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ക്ലിയർ. അപ്പൊ ശാഖകളുള്ള ഹൈഡ്രോ കാർബണെ നെയിം ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അത് ഞാൻ പറയാം. ഞാനിവിടെ ബ്ലാങ്ക്സ് ആയിട്ട് എഴുതാം. ശാഖകളുള്ള ഹൈഡ്രോ കാർബണുകളുടെ നാമകരണമാണ്. ഞാൻ 1-2 എക്സാമ്പിൾ എഴുതിയിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, വേഗം പഠിക്കാൻ പറ്റും, വലിയ ടഫ് ഒന്നുമല്ല. ഓക്കെ, നമ്മൾ ശാഖകളിലെ കുറച്ച് ഹൈഡ്രോ കാർബൺ എഴുതുക. ഓക്കെ, 1 2 3 4 5. ക്ലിയർ അല്ലേ? ഇതിന് ഒരു ശാഖയുള്ള ഹൈഡ്രോ കാർബൺ ആണ്. ഒറ്റ ശാഖയുള്ള ഹൈഡ്രോ കാർബൺ ഞാൻ ഇവിടെ എഴുതുകയാണ്. ഇവിടെ ഞാൻ ഒരു ശാഖ കൊടുത്തു, കാർബൺ. ഇനി ഹൈഡ്രജനെ ഫില്ല് ചെയ്യാൻ പോവാണ്. യെസ്, എത്ര ഹൈഡ്രജൻ വേണം മക്കൾ നോക്കിയേ. ഇവിടെ ഈ കാർബണിന് ചുറ്റും ഒരു ബോണ്ടാണുള്ളത്. സോ 3 ഹൈഡ്രജൻ വേണം. 3 ഹൈഡ്രജൻ ഇട്ടു. ഈ കാർബണിന് ചുറ്റും ഒരു ബോണ്ടാണുള്ളത്. സോ എനിക്ക് ഇവിടെ എത്ര 3 ഹൈഡ്രജൻ ഇടണം. 3 ഹൈഡ്രജൻ. ഇവിടെ മക്കൾ നോക്കുക, ഇവിടെ 1 2 3 ബോണ്ട് ഉണ്ട്. സോ 1 ഹൈഡ്രജൻ ഇടണം.
ക്ലിയർ അല്ലേ? ഇവിടെ എത്ര ബോണ്ടാണുള്ളത്? ഇവിടെ 2 ബോണ്ട് ഉണ്ട്. സോ 2 ഹൈഡ്രജൻ ഇടണം, 2 ഹൈഡ്രജൻ. ഇവിടെ എത്ര ബോണ്ടാണുള്ളത്? 2 ബോണ്ടാണുള്ളത്. സോ ബാക്കി എത്ര? 2 ഹൈഡ്രജൻ ഇട്ടു. ഇവിടെ 1 ബോണ്ടാണുള്ളത്, 1 ബോണ്ട്. സോ ഞാൻ ഇവിടെ 3 ഹൈഡ്രജൻ. മൊത്തം 4 എണ്ണം വേണ്ടേ? 4 എണ്ണം വേണ്ടേ? റെഡിയാണ്. ഇത് ഒരു ശാഖയുള്ള ഹൈഡ്രോ കാർബൺ ആണ്, ഒരു ബ്രാഞ്ചുള്ള ഹൈഡ്രോ കാർബൺ ആണ്. ഇവരെ നെയിം ചെയ്യാൻ പോകാം. നിങ്ങൾ ഏറ്റവും നീളം കൂടിയ ചെയിൻ, ഏറ്റവും വലിയ ചെയിൻ സെലക്ട് ചെയ്യണം. അതാണ് പാരന്റ് ചെയിൻ. ഓക്കെ, നമ്മൾ കൗണ്ട് ചെയ്യാം. ഇതാ 1 2 3 4 5. റെഡി? 1 2 3 4 5. എങ്ങനെ എണ്ണിയാലും ചെയിനിൽ കാർബൺ എണ്ണം 5 തന്നെയല്ലേ? ഇങ്ങനെ എണ്ണിയാലും 5 തന്നെയാണ്, ഇങ്ങനെ എണ്ണിയാലും 5 തന്നെയാണ്. അപ്പൊ ഏത് വേണേ നമുക്ക് എടുക്കാം. അപ്പൊ നമ്മളെ പാരന്റ് ചെയിൻ ഇവരാണ്, നമ്മളെ പാരന്റ് ചെയിൻ ഇവരാണ്. പാരന്റ് ചെയിൻ ക്ലിയർ ആണ്. ഇവരെ നമ്മൾ നെയിം ചെയ്യുക. ഇതാണ് നമ്മളെ പാരന്റ് ചെയിൻ. യെസ് യെസ്, ഇതാണ് നമ്മളെ പാരന്റ് ചെയിൻ. യെസ്, ഇതാണ് നമ്മളെ പാരന്റ് ചെയിൻ. യെസ്, പാരന്റ് ചെയിനിൽ വരാത്ത ഭാഗങ്ങൾ നമുക്ക് ബ്രാഞ്ച് എന്ന് വിളിക്കാം. ബ്രാഞ്ചിൽ നമുക്ക് വേറെ കളർ കൊടുക്കാം. ഇതാണ് ബ്രാഞ്ച്. ഓക്കെ, ഒരു ബ്രാഞ്ച് ഉണ്ട്. ഇതിൽ ഒരു ബ്രാഞ്ചാണുള്ളത്, ഒരു ബ്രാഞ്ച്. അപ്പൊ നമ്മൾ ആദ്യം നമ്പർ ചെയ്യണം. നമ്പർ ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ടത്, നമ്പർ ചെയ്യാൻ പോവാണ്. നമ്പർ 2 സൈഡിൽ നമ്പർ ചെയ്യണം. ഈ സൈഡിൽ നമ്പർ ചെയ്യാം. 1 2 3. ഈ കളറൊക്കെ ചെറിയൊരു പ്രശ്നമുണ്ട്. കളർ നമ്മൾ മാറ്റി കളട്ടെ. ഞാൻ ഒന്നുകൂടി എഴുതട്ടെ. 5 കാർബൺ എഴുതട്ടെ. 1, കുറച്ച് വലുതാക്കി എഴുതാൻ വേണ്ടി. 2 3 4 5. ഇവിടെ ഒരു ബ്രാഞ്ച് കൊടുത്തു, ഒരു കാർബൺ കൊടുത്തു. ഇവിടെ 3 ഹൈഡ്രജൻ നേരത്തെ ഞാൻ ഫില്ല് ചെയ്തെന്നല്ലേ? ഇവിടെ 1 ഹൈഡ്രജൻ, ഇവിടെ 3 ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജൻ, ഇവിടെ 3 ഹൈഡ്രജൻ. നമ്മൾ ഏറ്റവും വലിയ ചെയിൻ ഏതാ സെലക്ട് ചെയ്തത്? ഇതാണ് നമ്മൾ ഏറ്റവും വലിയ ചെയിൻ സെലക്ട് ചെയ്തത്. ഏറ്റവും വലിയ ചെയിൻ ഇത് സെലക്ട് ചെയ്തു. ക്ലിയർ ആണ്? ഏറ്റവും വലിയ ചെയിൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് നമ്മൾ സെലക്ട് ചെയ്ത ചെയിൻ. യെസ്, ഇനി നമ്പർ ചെയ്യാൻ പോവാണ്. 2 സൈഡിൽ നിന്ന് എനിക്ക് നമ്പർ ചെയ്യാം. 2 സൈഡിൽ നിന്ന് നമ്പർ ചെയ്യാം. 2 സൈഡിൽ നിന്ന് നമ്പർ ചെയ്യാം. നമ്പർ ചെയ്യാൻ ഞാൻ യെല്ലോ കളർ എടുക്കട്ടെ. യെസ്, നമ്പർ ചെയ്യാൻ പോവാണ്. യെല്ലോ കാണൂ? യെല്ലോ കാണും. കറുപ്പിന് എടുക്കാം. ഇതാ ഇവിടെ നിന്ന് നമ്പർ ചെയ്യാം. 1 2 3. അയ്യോ, 2 3 4 5 അല്ലേ? ഇനി ഇവിടെ നമ്പർ പറയാം. 1 2 3 4 5. നോക്കുകയാണെ മക്കൾ, നോക്കുകയാണെ. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള നമ്പർ, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള നമ്പർ ഇങ്ങനെ വിളിക്കുക ലെഫ്റ്റ് ടു റൈറ്റ്, ഇടത്തുനിന്ന് വലത്തോട്ട് എന്ന് പറയാം. ലെഫ്റ്റ് ടു റൈറ്റ് നോക്കിയാൽ ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള നമ്പറിങ്. അതായത് ശ്രദ്ധിക്കുക മക്കൾ, ശ്രദ്ധിക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള നമ്പറിങ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള നമ്പറിങ് ലെഫ്റ്റ് ടു റൈറ്റ് നമ്പറിങ് ചെയ്ത്, ലെഫ്റ്റ് ടു റൈറ്റ് നമ്പറിങ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്പർ ചെയ്യുന്ന സമയത്ത് മക്കൾ നോക്കുക. 1 2 രണ്ടാമത്തെ കാർബണിലാണ് ബ്രാഞ്ച് വരുന്നത്. മക്കൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ ബ്രാഞ്ച് വരുന്ന രണ്ടാമത്തെ 1 2 രണ്ടാമത്തെ കാർബണിലാണ് ഫസ്റ്റ് ബ്രാഞ്ച് വരുന്നത്. സോ ഞാൻ ഇവിടെ 2 ഇട്ടു. അതായത് ലെഫ്റ്റ് ടു റൈറ്റ്, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്പർ ചെയ്യുന്ന സമയത്ത് രണ്ടാമത്തെ കാർബണിലാണ് ഫസ്റ്റ് ബ്രാഞ്ച് വരിക. ഇനി റൈറ്റ് ടു ലെഫ്റ്റ് നമ്പറിങ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്പർ ചെയ്യാം അല്ലെ? ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്പർ ചെയ്യുന്ന സമയത്ത് എവിടെയാ? 1 2 3 4 ഫസ്റ്റ് ബ്രാഞ്ച് വരിക. 4 ഫസ്റ്റ് ബ്രാഞ്ച് വരിക. ഇതല്ലേ ലെഫ്റ്റ് നിന്ന് റൈറ്റ്. ഇത് മക്കൾ നോക്കോ, ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് നമ്പർ ചെയ്യുന്ന സമയത്ത് രണ്ടാമത്തെ കാർബണിൽ ഫസ്റ്റ് ബ്രാഞ്ച്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്പർ ചെയ്യാം. 1 2 3 4 ഫസ്റ്റ് ബ്രാഞ്ച് വരിക. ഏതാ ചെറിയ നമ്പർ? ഈ നമ്പറിംഗ് അല്ലേ ചെറുത്. സോ ഇത് വേണം സെലക്ട് ചെയ്യാൻ നമ്പറിംഗ്. അതായത് ഇത് വേണം സെലക്ട് ചെയ്യാൻ. അതായത് ഫസ്റ്റ് ബ്രാഞ്ചിന് ചെറിയ നമ്പർ കിട്ടുന്ന നമ്പർ ഫസ്റ്റ് ബ്രാഞ്ച്. ബ്രാഞ്ചുള്ള കാർബൺ ഇതാണ്, ബ്രാഞ്ചുള്ള കാർബണ് ചെറിയ നമ്പർ കിട്ടുന്ന നമ്പറിംഗ് വേണം സെലക്ട് ചെയ്യാൻ. ക്ലിയർ ആണോ? ബ്രാഞ്ചുള്ള കാർബണ് ചെറിയ നമ്പർ 1 2 രണ്ടാമത്തെ കാർബണിൽ ബ്രാഞ്ച് ഉണ്ട്. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്പർ ചെയ്യുന്ന സമയത്ത് രണ്ടാമത്തെ കാർബണിൽ ഒരു ബ്രാഞ്ച് ഉണ്ടെന്ന്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്പർ ചെയ്യുന്ന സമയത്ത് 3 നാലാമത്തെ കാർബണിലാണ് ബ്രാഞ്ച് വരുന്നത്. പറ്റൂല, ഇത് പറ്റും. അതായത് ബ്രാഞ്ചുള്ള കാർബണ് ചെറിയ നമ്പർ വരണം. ബ്രാഞ്ചുള്ള കാർബണ് ചെറിയ നമ്പർ വരുന്ന നമ്പറിങ് ഏതാണോ അത് വേണം സെലക്ട് ചെയ്യാൻ. അപ്പൊ ഇത് തെറ്റാണ്, ഇത് തെറ്റാണ് നമ്പറിങ്, ഇത് ശരിയാണ് നമ്പറിങ് കിട്ടിയല്ലോ. യെസ്, ഇനി നമ്മൾ നോക്കാൻ പോവാണ്. ശ്രദ്ധിച്ചേ മക്കൾ നോക്കണം. ഇതൊക്കെ പോട്ടെ.
ആ ചെയിനിൽ എത്ര കാർബൺ ഉണ്ട് നോക്കുക. ആ ചെയിനിൽ എത്ര കാർബൺ ഉള്ളത് മക്കളെ പറ. ചെയിനിൽ എത്ര കാർബൺ ഉള്ളത്? ചെയിനിൽ എത്ര കാർബണാ? ചെയിനിൽ 5 കാർബൺ ഉള്ളത്. 5 കാർബൺ ആണെങ്കിൽ മക്കൾക്ക് അറിയാം പദമൂലം പെന്റ് ആണെന്നറിയാം. പെന്റ് പദമൂലം പെന്റ് ആണ്. പെന്റ് അഥവാ വേർഡ് റൂട്ട് പെന്റ് ആണെന്നറിയാം. കാർബണും കാർബണും തമ്മിൽ സിംഗിൾ ബോണ്ട് ആണ്. സോ പെന്റെയിൻ. പെന്റെയിൻ റെഡി അല്ലേ? റെഡി അല്ലേ? അപ്പൊ 5 കാർബൺ ആണ്, പെന്റ് ആണ്. 5 കാർബൺ പെന്റ് ആണ്. കാർബണും കാർബണും തമ്മിലുള്ള ബോണ്ട് എന്താ? സിംഗിൾ ബോണ്ട്. കണ്ടാ ഇവിടെ കണ്ടാ സിംഗിൾ ബോണ്ട് അല്ലേ? സിംഗിൾ ബോണ്ട് അല്ലേ? സോ എയിൻ പെന്റെയിൻ. ഡബിൾ ബോണ്ട് ആണെങ്കിൽ ഈൻ ഇടണം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മൾ സിംഗിൾ ബോണ്ടുള്ള കോമ്പൗണ്ട് നെയിമിംഗ് ആണ് നോക്കുന്നത്. പെന്റെയിൻ. ഇനി ബ്രാഞ്ചിനെ പെന്റിന് മുൻപാണ് നമ്മൾ ഈ ബ്രാഞ്ചിനെ ചേർക്കേണ്ടത്. പെന്റിന് മുൻപ് നമ്മൾ ബ്രാഞ്ച്, ഈ ബ്രാഞ്ചില്ലേ, ഈ ബ്രാഞ്ചിന്റെ പേര് നമ്മൾ എവിടെ എഴുതിയിട്ടില്ല. ഈ ബ്രാഞ്ചിന്റെ പേര് നമ്മൾ എവിടെ എഴുതിയിട്ടില്ല. പെന്റെയിൻ ഇയാളുടെ പേരാ എഴുതിയത്. പെന്റെയിൻ 5 കാർബണുള്ള ഹൈഡ്രോ കാർബൺ പെന്റെയിൻ എഴുതിയിട്ടുള്ളൂ. ബ്രാഞ്ചിന്റെ പേര് നമ്മൾ എവിടെ എഴുതിയിട്ടില്ല. ബ്രാഞ്ച് ഇവിടെ ഉണ്ട്. അയാൾ എവിടെ എഴുതണം? അയാളെ പെന്റിന് മുൻപ് എഴുതണം. ക്ലിയർ അല്ലേ? പെന്റിന് മുൻപ് എഴുതുന്ന സമയത്ത് ആ ബ്രാഞ്ചിൽ എത്ര കാർബൺ ഉണ്ട് നോക്കുക. എത്ര കാർബൺ? ഒരു കാർബണുള്ള ബ്രാഞ്ച് ആണെങ്കിൽ മക്കൾ നോക്കുക, ഇതാ ഒരു കാർബണുള്ള ബ്രാഞ്ച് ആണെങ്കിൽ ഇങ്ങനെ ഒരു കാർബണുള്ള ബ്രാഞ്ച് ആണെങ്കിൽ ഒരു കാർബണുള്ള ബ്രാഞ്ചിന് കൊടുക്കുന്ന പേരാണ് മീതായിൽ. എന്താ വിളിക്കുക? മീതായിൽ. 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 2 കാർബണുള്ള ബ്രാഞ്ച് CH3 CH2 ഈതായിൽ. ഈതായിൽ. 2 കാർബണുള്ള ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരെന്താ? ഈതായിൽ. 3 കാർബണുള്ള ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരെന്താ? പ്രൊപ്പൈൽ. 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 ബ്രാഞ്ചിൽ 3 കാർബൺ എന്നാൽ പ്രൊപ്പൈൽ. പ്രൊപ്പൈൽ. ഐൽ. ഒരു കാർബണുള്ള ബ്രാഞ്ച് മീതായിൽ ആണെങ്കിൽ 2 കാർബണുള്ള ബ്രാഞ്ച് ഈതായിൽ ആണെങ്കിൽ 3 കാർബണുള്ള ബ്രാഞ്ച് പ്രൊപ്പൈൽ ആണ്. പ്രൊപ്പൈൽ. ക്ലിയർ ആണോ? യെസ്. അപ്പൊ ഒരു കാർബണുള്ള ബ്രാഞ്ച് ആണ്. ഒരു കാർബണുള്ള ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരെന്താ? മീതായിൽ. എന്താ വിളിക്കുക? മീതായിൽ. എത്രാമത്തെ കാർബണുള്ള ബ്രാഞ്ച് വരുന്നത്? 2ാമത്തെ കാർബൺ. മക്കൾ നോക്കണേ, പെന്റിന് മുൻപാണ് എഴുതണം. പെന്റിന് മുൻപ് എഴുതണം. അപ്പൊ 2ലാണ് ബ്രാഞ്ച് ഉള്ളത്. 2 എന്ന് എഴുതി ഒരു ഐഫൺ ഇടണം. ബ്രാഞ്ച് ചെയ്ത 2 നമ്പർ, ഒരു നമ്പർ എഴുതിയിട്ട് എപ്പോഴും ഐഫൺ ഇടണം. ഓക്കെ, 2 എന്ന് എഴുതി ഐഫൺ ഇട്ടു. 2ലാണ് ബ്രാഞ്ച് ഉള്ളത്. 2ലാണ് ബ്രാഞ്ച് ഉള്ളത്. 2ലാണ് ബ്രാഞ്ച് ഉള്ളത്. 2ലാണ് ബ്രാഞ്ച് ഉള്ളത്. ഓക്കെ, എത്ര കാർബണുള്ള ബ്രാഞ്ചാ? ഒരു കാർബണുള്ള ബ്രാഞ്ച്. ഒരു കാർബണുള്ള ബ്രാഞ്ചിന് നമ്മൾ വിളിച്ച പേരെന്താ? മീതായിൽ. അപ്പൊ 2ൽ പറ ക്യാപിറ്റൽ ലെറ്റർ ആണ് മീതായിൽ. മീതായിൽ. പെന്റെയിൻ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? അപ്പൊ നമ്പർ ചെയ്ത് ആ നമ്പർ എഴുതി ഐഫൺ ഇടണം. നമ്പറും വേർഡും തമ്മിൽ ഐഫൺ ആണ്. ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് ക്യാപിറ്റൽ. എപ്പോഴും എന്ത് ചെയ്യുക? ക്യാപിറ്റൽ ലെറ്റർ എഴുതുക. എം ക്യാപിറ്റൽ ലെറ്ററാ. മീതായിൽ. പെന്റെയിൻ. ക്ലിയർ? അടുത്ത എക്സാമ്പിൾ നമ്മൾ ചെയ്ത് നോക്കാം. അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് ചെയ്ത് നോക്കാം. നോക്കുകയാണ്, ഒറ്റ എക്സാമ്പിൾ ചെയ്യാണ്. ഇത് നോക്കിയതാ CH3 CH2 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 CH3 CH2 CH3. ഇതൊരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. നെയിം ചെയ്യാൻ പോവുക. കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ഞാൻ നെയിം ചെയ്യും. ഏറ്റവും വലിയ ചെയിൻ നമുക്ക് സെലക്ട് ചെയ്യണം. ഏറ്റവും വലിയ ചെയിൻ സെലക്ട് ചെയ്യാൻ പോവാണ്. ഇതാണ് ഏറ്റവും വലിയ ചെയിൻ. ക്ലിയർ അല്ലേ? എണ്ണി നോക്കിയാൽ മതി. എത്രയാ? 1 ഇവിടെ തന്നെ പറയാം. 1 2 3 4 5 6. ക്ലിയർ? 1 2 3 4 5 6. 6 കാർബൺ അല്ലേ? 1 2 3 4 5 പറ്റൂല. 1 2 3 4 5 6 പറ്റും. ഇതായാലും മതി ചെയിൻ. ഇതായാലും 6 കാർബണുള്ള ചെയിൻ. 6 ഏറ്റവും വലിയ ചെയിൻ സെലക്ട് ചെയ്യുക. ഏറ്റവും കൂടുതൽ കാർബണുള്ള ചെയിൻ സെലക്ട് ചെയ്തു. നമ്പറിംഗ് അല്ലേ പ്രശ്നം? നമ്പറിംഗ് ചെയ്യാം. 2 സൈഡിൽ നിന്ന് നമ്പർ ചെയ്യാൻ പോവാണ് ഞാൻ. 2 സൈഡിൽ നിന്ന് നമ്പർ ചെയ്യാൻ പോകും. കാണൂല. നോക്കാൻ പോവാണ്. 2 സൈഡിൽ നിന്ന് നമ്പർ ചെയ്യാൻ പോവാണ്. ഈ നമ്പർ എടുത്തോട്ടെ. 1 2. ഇതും കാണുന്നില്ല. കറുപ്പൻ എടുക്കാം. 1 2 3 4 5 6. റെഡി അല്ലേ? തിരിച്ച് നമ്പർ ചെയ്യും. 1 2 3 4 5 6. ഏത് സെലക്ട് ചെയ്യും? ഇങ്ങനെ നോക്കുക മക്കൾ. നോക്കുക 1 2 3 4. 4ലാണ് ബ്രാഞ്ച് വരുന്നത്. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്പർ ചെയ്യുന്ന സമയത്ത് 1 2 3 4. 4ലാണ് ബ്രാഞ്ച് വരുന്നത്. ക്ലിയർ അല്ലേ? തിരിച്ച് നമ്പർ ചെയ്യും. 1 2 3. 3ലാണ് ബ്രാഞ്ച് വരുന്നത്. ഏത് നമ്പറിങ്ങാ? 3ൽ ബ്രാഞ്ച് വരുന്ന നമ്പറിങ്.
ബ്രാഞ്ചുള്ള കാർബൺ ചെറിയ നമ്പറിങ് കിട്ടുന്ന മെത്തേഡ് ഏതാണോ അത് സെലക്ട് ചെയ്ത് പറ്റൂലെന്ന്. എത്ര കാർബണാ? 6 കാർബൺ. 6 കാർബൺ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ ഹെക്സ് ആണെന്നറിയാം. ഹെക്സ്. കാർബണും കാർബണും തമ്മിൽ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ എയിൻ ആണെന്നറിയാം. ഹെക്സെയിൻ. ക്ലിയർ അല്ലേ? ബ്രാഞ്ച് എത്ര കാർബണുള്ള ബ്രാഞ്ചാ? 2 കാർബണുള്ള ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരാണ് ഈത്തായിൽ. എന്താ വിളിക്കുക? ഈത്തായിൽ. വയ്യൽ. ഈത്തായിൽ. 1 കാർബണുള്ള ബ്രാഞ്ച് മീത്തായിൽ. എത്രാമത്തെ കാർബണില? 3ാമത്തെ കാർബണില ബ്രാഞ്ച് വരുന്നത്. സോ എത്രാമത്തെ കാർബൺ? 3ാമത്തെ കാർബണിൽ ബ്രാഞ്ച് വരുന്നു. സോ 3 എഴുതി ഹൈഫൻ ഇടണം. സ്റ്റാർട്ട് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ ഇ. ഈത്തായിൽ. ഈത്തായിൽ. ഈത്തായിൽ ഹെക്സെയിൻ. ക്ലിയർ അല്ലേ? യെസ്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ഇതങ്ങ് ചെയ്യാം കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ പോവാണ്. ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. ഇതാ ചെയ്യാൻ പോവാണ്. ഈ കോമ്പൗണ്ട് IUPAC നെയിം എഴുതാൻ പോവാണ്. യെസ്, ചെയ്യാൻ പോവാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. യെസ്. നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദ മെയിൻ ചെയിൻ. മെയിൻ ചെയിനിൽ എത്ര കാർബൺ ഉണ്ട്? ഇവിടെ ഏതാ മെയിൻ ചെയിൻ? മക്കൾ പറഞ്ഞ ഏതാണ് മെയിൻ ചെയിൻ എന്ന് പറഞ്ഞോ? ഇതാണ് മെയിൻ ചെയിൻ. ഇതാണ് മെയിൻ ചെയിൻ. ഇതാണ് മെയിൻ ചെയിൻ. റെഡി അല്ലേ? യെസ്, ഇതാണ് മെയിൻ ചെയിൻ. ഡൗട്ട് ഇല്ലല്ലോ? യെസ്. ഈ മെയിൻ ചെയിനിൽ എത്ര കാർബൺ ഉണ്ടെന്ന് വെച്ചാൽ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കുക. 1 2 3 4 5 5 കാർബൺ. സോ അത് നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദ മെയിൻ ചെയിൻ എന്ന് എഴുതിയിട്ട് 5 എഴുതുക. 5. നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദ മെയിൻ ചെയിൻ 5 എഴുതി. 5 കാർബൺ ആണെന്ന് എഴുതി. റെഡി അല്ലേ? യെസ്, 5 ഉണ്ട്. അടുത്ത് 5 കാർബൺ ആണെങ്കിൽ അതിന് വേർഡ് റൂട്ട് എന്തായിരിക്കും? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വേർഡ് റൂട്ട് എന്തായിരിക്കും എന്നുള്ളതാണ്. വേർഡ് റൂട്ട് എന്താ? 5 കാർബൺ ഉണ്ടെങ്കിൽ വേർഡ് റൂട്ട് വരുന്നത് പെന്റ് ആണെന്നറിയാം. പെന്റ്. റെഡിയാണ്. പെന്റ്. ഓക്കെ ആണ്. യെസ്. സഫിക്സ്, പിൻപ്രത്യയം അഥവാ സഫിക്സ്. കാർബൺ കാർബൺ സിംഗിൾ ആണോ, കാർബൺ കാർബൺ ഡബിൾ ആണോ നോക്കാം. കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ആണോ, കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ആണോ? 1 2 3 4. റെഡി അല്ലേ? 1 2 3 4 5 സിംഗിൾ ബോണ്ട് ആണ്. എന്താ പറയുക? സിംഗിൾ ബോണ്ട് ആണ്. എന്താ പറയുക? സിംഗിൾ ബോണ്ട്. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ സഫിക്സ് വരുന്നത് എന്തായിരിക്കും? സിംഗിൾ ബോണ്ട് ആണെങ്കിൽ സഫിക്സ് വരിക എയിൻ. എന്താ വരിക? എയിൻ. ഡബിൾ ബോണ്ട് ആണെങ്കിൽ ഈനാ വരിക. ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ഐനാ വരിക. യെസ്. നമ്പർ ഓഫ് ബ്രാഞ്ച് ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്. എത്ര ബ്രാഞ്ച് ഉണ്ടെന്നാണ്. എത്ര ബ്രാഞ്ചാ മക്കൾ നോക്കി? എത്ര ബ്രാഞ്ചാ ഉള്ളത്? ലോങ് ചെയിൻ ഈ ഭാഗത്ത് വരാത്താണ് ബ്രാഞ്ച്. ബ്രാഞ്ച് ഒരു ബ്രാഞ്ചേ ഉള്ളൂ. ഇതിൽ വരാത്തതിനെ വിളിക്കുന്ന പേരാണ് ബ്രാഞ്ച്. ബ്രാഞ്ച് എത്രയാണുള്ളത്? ഒരു ബ്രാഞ്ചേ ഉള്ളൂ. ഒരു ബ്രാഞ്ച്. ഒരു ബ്രാഞ്ച് ഏതാ? മീത്തായിൽ. നമ്പർ ഓഫ് ബ്രാഞ്ചിങ് ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് ഏതാ? നമ്പർ ഓഫ് ബ്രാഞ്ചിങ് എത്രയാ? 1 ആണ്. 1. യെസ്. പൊസിഷൻ ഓഫ് ബ്രാഞ്ച് ആണ്. അവിടെയാണ് പ്രശ്നം. പൊസിഷൻ ഓഫ് ബ്രാഞ്ച്. പൊസിഷൻ ഓഫ് ബ്രാഞ്ച് ഞാൻ പറയാം. പൊസിഷൻ ഓഫ് ബ്രാഞ്ച് നമ്പർ ചെയ്യാൻ പോവാണേ. 1 2 3 4 5. തിരിച്ച് 1 2 3 4 5. ഇങ്ങനെ നമ്പർ ചെയ്യുന്നത് 1 2 3 4 ആണ് പൊസിഷൻ. 1 2 3 4 ആണ് പൊസിഷൻ. ബ്രാഞ്ചിന്റെ പൊസിഷൻ ഇതാണ് ബ്രാഞ്ച്. ഇതിന്റെ പൊസിഷൻ 4 ആണ്. തിരിച്ച നമ്പർ 1 2 3 4 സോറി 1 2 2 ആണ് പൊസിഷൻ. ഏതാ ബ്രാഞ്ച്? ലോവസ്റ്റ് നമ്പർ എടുക്കാന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഈ നമ്പറിങ് എടുക്കുവോ തിരിച്ച് ഈ നമ്പറിങ് എടുക്കുവോ? ഇതാണോ ശരി? ഇതാണോ ശരി? തീർച്ചയായും ഇതാ ശരി. കാരണം ഫസ്റ്റ് ബ്രാഞ്ചിന് മക്കൾ നോക്കോ, ഫസ്റ്റ് ബ്രാഞ്ചിന് ഒന്ന് ഇങ്ങനെ നമ്പർ ചെയ്താൽ രണ്ടാമത്തെ പൊസിഷനിലാണ് ബ്രാഞ്ച് വരുന്നത്. ഇങ്ങനെ പൊസിഷൻ 4ാമത്തെ പൊസിഷനിലാണ് ബ്രാഞ്ച് വരുന്നത്. 4 ആണോ 2 ആണോ ചെറുത്? 2 ചെറുത്. സോ പൊസിഷൻ എത്രയാ? ചെറുത് വരുന്ന നമ്പറിങ് ഏതാ? നമ്പർ പൊസിഷൻ ഓഫ് ബ്രാഞ്ച് എത്ര? 2 ആണ്. 2. യെസ്, സോറി 2 ആണ്. അപ്പൊ 2-methyl pentane സോറി 2-methyl pentane 2-methyl pentane പെന്റേജ് 5 കാർബൺ ആണ്. എയിൻ പെന്റെയിൻ ആണ്. രണ്ടാമത്തെ പൊസിഷൻ എന്താ? ഒരു മീഥൈൽ ഗ്രൂപ്പ്. 2-methyl pentane. അതാ ഒരു ബ്രാഞ്ച് ഒറ്റ കാർബണുള്ള ബ്രാഞ്ചാ മക്കളെ. ഒരു കാർബണുള്ള ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരെന്താ? മീത്തായിൽ. ക്ലിയർ ആണ്? യെസ്. അപ്പൊ നമ്മൾ ബാക്കി ചെയ്യല്ലേ? ഇതാ ടേബിൾ ഫില്ല് ചെയ്തോ. ടേബിൾ ഫില്ല് ചെയ്യാൻ പോവാണ്. നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദ ലോങ് ചെയിൻ. ലോങ് ചെയിനിൽ എത്ര കാർബൺ ഉണ്ടെന്ന ചോദ്യം. 1 2 3 4 5 6 കാർബൺ. നമ്പർ ഓഫ് കാർബൺ ആറ്റം എത്രയാ? 6 ആണ്. ലോങ്സ്റ്റ് ചെയിനിൽ 6 കാർബൺ ഉണ്ടെന്ന് എഴുതി. നമ്പർ ഓഫ് ബ്രാഞ്ച്. എത്ര ബ്രാഞ്ചിന് നോക്കിയേ? എത്ര ബ്രാഞ്ചാ ഉള്ളത്? ഒരു ബ്രാഞ്ചേ ഉള്ളൂ. ഈ ലോങ് ചെയിനിൽ ഒരു ബ്രാഞ്ചാണ്. ഈ ലോങ് ചെയിനിൽ എത്ര ബ്രാഞ്ചാ? ഒരു ബ്രാഞ്ച് മാത്രം. ക്ലിയർ അല്ല? ഒറ്റ ബ്രാഞ്ചല്ലേ ഉള്ളൂ. സോ നമ്പർ ഓഫ് ബ്രാഞ്ച് എത്രയാണെന്ന് വെച്ചാൽ എത്ര ചെയ്താ? 1. നമ്പർ ഓഫ് ബ്രാഞ്ച് നമ്മൾ എഴുതി 1. ക്ലിയർ ആണ്?
പൊസിഷൻ ഓഫ് ബ്രാഞ്ച് ആണ്. പൊസിഷൻ ഓഫ് ബ്രാഞ്ച്. തീർച്ചയായിട്ടും എവിടെ നിന്ന് നമ്പറിങ്? 1 നോക്കിയാൽ നമ്പർ ചെയ്യാൻ പോകണേ. 1 2 3 4 5 6. 1 2 3 4 5 6. തീർച്ചയായും ലോവസ്റ്റ് നമ്പർ ഇതാ. അതായത് ഇങ്ങനെ നമ്പർ ചെയ്യുന്നതിനും രണ്ടാമത്തെ പൊസിഷനിലാണ് ബ്രാഞ്ച് ഉള്ളത്. ഇങ്ങനെ നമ്പർ ചെയ്യുന്നതിന് എത്രയല്ല? 3 4 5 ബ്രാഞ്ച് ഉള്ളത്. സോ 5 എടുക്കില്ല, 2 എടുക്കും. സോ ഇത് തെറ്റാ. സോ പൊസിഷൻ ഓഫ് ബ്രാഞ്ച് എത്രയാണെന്ന് വെച്ചാൽ എന്താ പറയാ? പൊസിഷൻ ഓഫ് ബ്രാഞ്ച് എത്രയാ? 2 ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ രണ്ടാമത്തെ പൊസിഷനിൽ ഒരു ബ്രാഞ്ച്. ഇതിന്റെ പേരെന്താ? ഹെക്സെയിൻ. 6 കാർബൺ ഉണ്ട്. 6 കാർബൺ ഹെക്സ് ആണ്. കാർബൺ സിംഗിൾ ബോണ്ട് എയിൻ ആണ്, ഹെക്സെയിൻ. രണ്ടാമത്തെ പൊസിഷനിൽ ആര് വന്നു? രണ്ടാമത്തെ പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പ്. ഒരു കാർബണുള്ള ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരെന്താ? മീഥൈൽ. സോ 2 മീഥൈൽ ഹെക്സെയിൻ. ഇവിടെ ഇതാ 2 മീഥൈൽ ഹെക്സെയിൻ. ഇവിടെ പേര് എഴുതാൻ പോവാണ്. 2 മീഥൈൽ ഹെക്സെയിൻ. 2 മീഥൈൽ ഹെക്സെയിൻ. എയിൻ. കിട്ടിയില്ലേ? യെസ്. അടുത്ത ചെയ്യാൻ പോകണം. അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാമാണ്. 1 2 3 4 കാർബൺ. നമ്പർ ഓഫ് കാർബൺ ആറ്റം എത്രയാണെന്ന് വെച്ചാൽ 4. നമ്പർ ഓഫ് കാർബൺ ആറ്റം 4. ക്ലിയർ അല്ലേ? അടുത്ത് നമ്പർ ഓഫ് ബ്രാഞ്ച്. വീണ്ടും ഒരു ബ്രാഞ്ച്. ഒറ്റ ബ്രാഞ്ചല്ലേ ഉള്ളൂ. മക്കൾ നോക്കേ, ഈ രണ്ടാമത്തെ കോമ്പൗണ്ടിൽ എത്ര ബ്രാഞ്ച്? ഒരു ബ്രാഞ്ച് മാത്രമേ ഉള്ളൂ. സോ നമ്പർ ഓഫ് ബ്രാഞ്ച് എത്ര? 1. ഇനി പൊസിഷൻ ഓഫ് ബ്രാഞ്ച് നമുക്ക് നോക്കാം. പൊസിഷൻ നോക്കാം. ഏതാ സെലക്ട് ചെയ്യാൻ നോക്കാം. 1 2 3 4. 1 2 3 4. ഏതാ സെലക്ട് ചെയ്യാം? ഇങ്ങനെ നമ്പർ ചെയ്താൽ 1 2ലാണ് പൊസിഷൻ വരുന്നത്. ബ്രാഞ്ചിന് 2 നമ്പർ കിട്ടുന്നത്. ഇങ്ങനെ നമ്പർ ചെയ്താൽ 1 2 3 കിട്ടുന്നത്. ഒരിക്കലും 3 സെലക്ട് ചെയ്യില്ലല്ലോ, 2 സെലക്ട് ചെയ്യാം. അപ്പൊ ഇത് സെലക്ട് ചെയ്യല്ലോ, ഇതാ സെലക്ട് ചെയ്യാം. റെഡി അല്ലേ? അപ്പൊ പൊസിഷൻ ഓഫ് ബ്രാഞ്ച് എത്രയാ? പൊസിഷൻ ഓഫ് ബ്രാഞ്ച് 2 ആണ്. റെഡി. എത്ര കാർബണാ മക്കളെ പറഞ്ഞേ? 4 കാർബൺ. 4 കാർബൺ ആയതുകൊണ്ട് 2 മീഥൈൽ ബ്യൂട്ടെയിൻ എന്ന് പറ. 2 മീഥൈൽ അല്ലെ? രണ്ടാമത്തെ പൊസിഷനിൽ മീഥൈൽ അല്ലേ? 4 കാർബൺ ബ്യൂട്ട്. കാർബൺ സിംഗിൾ ബോണ്ട് എയിൻ. സോ 2 മീഥൈൽ ബ്യൂട്ടെയിൻ. 2 മീഥൈൽ 2 മീഥൈൽ ബ്യൂട്ടെയിൻ. 2 മീഥൈൽ ബ്യൂട്ടെയിൻ. റെഡി. ക്ലിയർ അല്ല? 2 മീഥൈൽ ബ്യൂട്ടെയിൻ. യെസ്, 2 മീഥൈൽ ബ്യൂട്ടെയിൻ. അടുത്ത് ഓക്കെ. അടുത്ത വലിയൊരു കോമ്പൗണ്ട് ശ്രദ്ധിക്കണേ. വലിയ കോമ്പൗണ്ടാണ്, ശ്രദ്ധിക്കാം. ഓക്കെ, നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കാം. ഏതാണ് ലോങ്ങസ്റ്റ് ചെയിൻ? ഇതാണ് ലോങ്ങസ്റ്റ് ചെയിൻ. അത് ഞാനങ്ങ് മാർക്ക് ചെയ്ത് തരാം. പ്രശ്നമാണ്. അയ്യോ, കുറച്ച് വലുതായി പോയോ? ഒരു സെക്കൻഡ്, നമുക്കൊന്ന് ചെയ്താക്കട്ടെ. യെസ്, ഇതാണ് ലോങ്ങസ്റ്റ് ചെയിൻ. ഇതങ്ങ് എടുക്കുക. ഇതാണ് ലോങ്ങസ്റ്റ് ചെയിൻ. യെസ്, ഇതാണ് നമ്മുടെ ലോങ്ങസ്റ്റ് ചെയിൻ. ഈ ലോങ്ങസ്റ്റ് ചെയിനിൽ എത്ര കാർബൺ നോക്കുക. ഇങ്ങനെ എണ്ണിയാൽ 1 2 3 4 5 ഉള്ളൂ. ഇങ്ങനെ എണ്ണിയാൽ 1 2 3 4 5 6 ഉണ്ട്. അപ്പൊ 6 ചെയിൻ എടുക്കണം. 6 ചെയിൻ എടുക്കണേ. 6 ചെയിൻ എടുക്കുക. 1 2 3 4 5 6 ചെയിൻ എടുക്കുക. നമ്പർ ചെയ്യാൻ പോവാണ്. നമ്പർ ശ്രദ്ധിക്കുക. 1 2 3 4 5 6. ഇങ്ങനെ നമ്പർ ചെയ്യുന്ന സമയത്ത് 1 2 3 4 കിട്ടുന്നത്. തിരിച്ച് ഇങ്ങനെ നമ്പർ 1 2 3 കിട്ടുക. അപ്പം 3 നമ്പറിങ് സെലക്ട് ചെയ്യണ്ട കേട്ടോ. നമ്പറിങ് ഞാൻ ബ്ലാക്കിലാക്കട്ടെ. ഇത് സോറി, ബ്ലാക്കിലാക്കട്ടെ. ഇനി റെഡ് കൊടുക്കാം നമുക്ക്. 1 2 3 4 5 6. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇങ്ങനെ നമ്പർ 1 2 3 ഈ ബ്രാഞ്ച് ഉള്ളത്. തിരിച്ച് നമ്പർ 1 2 3 4 ബ്രാഞ്ച് ഉള്ളത്. സോ റെഡിലുള്ള നമ്പറിങ് സെലക്ട് ചെയ്യേണ്ടത്. ഇതാ സെലക്ട് ചെയ്യേണ്ടത്. ബ്ലാക്കിലുള്ള നമ്പറിങ് തെറ്റാ. ശരിയല്ല? റെഡിലുള്ള നമ്പറിങ് സെലക്ട് ചെയ്തു. അപ്പം 3ാമത്തെ പൊസിഷനിലാണ് ബ്രാഞ്ച്. മൊത്തം എത്ര കാർബൺ? 6 കാർബൺ ഉണ്ട്. ഓർമ്മിക്കുക, നമ്പർ ഓഫ് കാർബൺ എത്രയാ? 6. നമ്പർ ഓഫ് കാർബൺ ആയിട്ട് നമ്മൾ നോക്കുന്നത് 6 ആണ്. പിന്നെ നമ്പർ ഓഫ് ബ്രാഞ്ച് ഒറ്റ ബ്രാഞ്ച് തന്നെ, ഒരു ബ്രാഞ്ചേ ഉള്ളൂ. ക്ലിയർ ആണ്. എത്രാമത്തെ പൊസിഷനിലാണ് ബ്രാഞ്ച് ചോദിക്കുക? 3ാമത്തെ പൊസിഷനിലാണ് ബ്രാഞ്ച് ഉള്ളത്. 3ാമത്തെ പൊസിഷൻ. ക്ലിയർ അല്ലേ? 3rd പൊസിഷനിലെ ബ്രാഞ്ച് ഉള്ളത്. മക്കൾ നോക്കിയേ, ഇതാ ഈ നമ്പറിങ് എടുക്കേണ്ടത്. 1 2 3 4 എടുക്കാൻ പാടില്ല, 4 വലുതാ. അപ്പൊ 1 2 3 3ാമത്തെ പൊസിഷനിലാണ് ബ്രാഞ്ച് ഉള്ളത്. മൊത്തം 6 കാർബൺ ആയതുകൊണ്ട് ഹെക്സെയിൻ ആണ്. അപ്പൊ 3 മീഥൈൽ ഹെക്സെയിൻ. എന്താ പറ? 3 മീഥൈൽ ഹെക്സെയിൻ.
ഹെക്സെയിൻ. റെഡി? യെസ്, എയിൻ ആണ്. എയിൻ റെഡി അല്ലേ? അടുത്ത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 1 2 3 4 5 1 2 3 4 5 ഏത് വേണം എടുക്കാം. നമുക്ക് ഏറ്റവും വലിയ ചെയിൻ ഏതാ? എല്ലാത്തിലും 5 കാർബൺ ആയതുകൊണ്ട് ഈ ഇതൊക്കെ സെലക്ട് ചെയ്തു. ഇതാണ് ലോങ്സ്റ്റ് ചെയിൻ. നമ്പർ ചെയ്യാൻ പോവാണ്. 1 2 3 4 5 1 2 3 4 5 എവിടെ നിന്ന് നമ്പർ ഏതായാലും സെയിം ആ കിട്ടുക അല്ലേ? 1 2 3 4 5 തിരിച്ച് 1 2 3 4 5 എവിടെ നിന്ന് നമ്പർ ഏതായാലും എന്താ സെയിം ആ കിട്ടുക. 5 കാർബണാണ്. സോ എത്ര കാർബൺ ഉണ്ട് വെച്ചാൽ 5 കാർബൺ. എത്ര ബ്രാഞ്ച്? ഒരു ബ്രാഞ്ചേ ഉള്ളൂ മക്കൾ. നമുക്ക് ഒരു ബ്രാഞ്ചാണുള്ളത്. ആ ബ്രാഞ്ചിൽ 2 കാർബണുള്ള ബ്രാഞ്ചാ. 2 കാർബണുള്ള ബ്രാഞ്ചാണ്. 2 കാർബണുള്ള ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരാണ് ഈത്തായിൽ. ഈത്തായിൽ, ഈത്തായിൽ. യെസ്. അപ്പൊ 5. എത്ര ബ്രാഞ്ച് ഉണ്ട്? നമ്പർ ഓഫ് ബ്രാഞ്ച് 1. നമ്പർ ഓഫ് ബ്രാഞ്ച് 1. എത്രാമത്തെ പൊസിഷനാ? 3ാമത്തെ പൊസിഷൻ. എവിടെ നിന്ന് തന്നെയാലും 3 കിട്ടുക. 3ാമത്തെ പൊസിഷൻ. അപ്പൊ 3ാമത്തെ പൊസിഷനിൽ ഒരു ബ്രാഞ്ച് ആണ്. സോ ഇറ്റ് ഈസ് 3 ഈത്തായിൽ. 3 ഈത്തായിൽ. 3 ഈത്തായിൽ. ബ്രാഞ്ചിന്റെ ഈതായിൽ 2 കാർബണുള്ള ബ്രാഞ്ച് ആയതുകൊണ്ട് ഈത്തായിൽ. ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ. ക്യാപിറ്റൽ ലെറ്റർ സ്റ്റാർട്ട് ചെയ്യണം. ഈ നമ്പറും വേർഡും തമ്മിൽ ഐഫൺ. 3 ഈത്തായിൽ. 3 ഈത്തായിൽ. എത്ര? 6 കാർബൺ അല്ലേ? സോറി, 5 കാർബൺ. 3 ഈത്തായിൽ പെൻറ്റെയിൻ. പെൻറ്റെയിൻ, പെൻറ്റെയിൻ. റെഡി അല്ലേ? യെസ്, യെസ്. 7 8 9 10 7 8 9 10 എല്ലാ കാര്യങ്ങളും നമ്മൾ ക്ലിയർ ചെയ്തു. ഇങ്ങനെ ലൈൻ ബൈ ലൈൻ, SCRT ലൈൻ ബൈ ലൈൻ വെച്ച് ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ നാമകരണം നമ്മൾ ഓരോ വീഡിയോയിലായിട്ട് ചെയ്യും. മക്കളെ മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ ബൈ.